പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിരിക്കുന്നത്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും സ്നാക്സ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് 2 കപ്പ് അരി കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. 4 മണിക്കൂർ കുതിർത്തെടുത്താൽ മതി. ഞാനത് വെള്ളം ഒഴിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കൊരു പാനിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് 2 ഉരുളക്കിഴങ്ങ് കേട്ടോ ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റിയിട്ട് തണുത്തിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അതിനുശേഷം ഞാൻ അരിയുടെ വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് വൃത്തിയാക്കിയിട്ട് അതും മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ 2 തവണയായിട്ടാണ് കേട്ടോ അരയ്ക്കുന്നത്. ഇത് വീഡിയോയിൽ എന്തൊക്കെ ഇടണമെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഒരുമിച്ച് ജാറിലേക്ക് ഇട്ടത്. ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ചെറിയൊരു പീസ് ഇഞ്ചി അതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 കപ്പ് വെള്ളം, 2 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം തന്നെ ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഞാനിത്. ദോശമാവിനെയും കാട്ടിലും കുറച്ചുകൂടെ ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിരിക്കും ഇതിന്. പൊട്ടാറ്റോ ചേർത്തത് കൊണ്ട് തന്നെ ബാറ്റർ നല്ല സ്മൂത്തായിട്ടുണ്ടാവും കേട്ടോ. അതിലേക്ക് ഒരു ക്യാരറ്റ് കുഞ്ഞതായിട്ട് അരിയണം കേട്ടോ, അല്ലെങ്കിൽ വെന്ത് കിട്ടില്ല. അതുകൊണ്ട് കുഞ്ഞതായിട്ട് അരിഞ്ഞ ഒരു ക്യാരറ്റ്, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി, ഒരു മീഡിയം സൈസ് സവാള കുഞ്ഞതായിട്ട്, എല്ലാം കുഞ്ഞതായിട്ട് അരിയണം കേട്ടോ. പിന്നെ കുറച്ച് 2 ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് ആവശ്യത്തിന് പച്ചമുളക്, ഞാനിപ്പോൾ ഒരെണ്ണോ ചേർത്തുന്നുള്ളൂ, നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇടണം കേട്ടോ. അത് ഇതിന്ന് വിട്ടുപോയതാണ്. 1/4 ടീസ്പൂൺ ജീരകവും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു അപ്പച്ചട്ടി അടുപ്പത്ത് ചൂടാവാൻ വെക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലതുപോലെ വെളിച്ചെണ്ണ ചൂടായി വന്നിടുമ്പോൾ നമുക്ക് ഇതൊരു തവി ഒഴിച്ചു കൊടുക്കാം. ഒരു തവി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ കുറച്ച് സവാള, ക്യാരറ്റ്, ക്യാപ്സിക്കം ഇങ്ങനെ കാണാൻ നല്ല ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമുക്ക് ഒരു ഭാഗം വെന്ത് കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു ഭാഗം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല സൈഡൊക്കെ നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഒന്നുകൂടെ ടേസ്റ്റ് കിട്ടുന്നത് അടിഭാഗം കൂടെ മൊരിഞ്ഞതായതുകൊണ്ട് ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കാണാനും നല്ല ഭംഗിയുണ്ട്, അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെല്ലാം അതേപോലെ തന്നെ ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ഇതെല്ലാം ഇവിടെ ചുട്ടെടുത്തിട്ട് വന്നിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. അത് മുഴുവനായിട്ടും കാണാൻ നല്ല ഭംഗിയുണ്ട്, കളർഫുള്ള് പോലെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണിത്. ഇതിന് കറികളൊന്നും വേണ്ട കേട്ടോ. ഇത് കഴിക്കാൻ വെജിറ്റബിൾസൊക്കെ ഇട്ടതുകൊണ്ട് കുട്ടികൾക്ക് നല്ല ഹെൽത്തിയുമാണ്. പൊട്ടാറ്റോയും കൂടെ ഇട്ടതുകൊണ്ട് നല്ല സോഫ്റ്റാണ് കേട്ടോ ഈ അപ്പം. ഞാൻ മുറിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ വെജിറ്റബിൾസ് ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ. ഇതെങ്ങനെയുണ്ടെന്ന് കമൻറ്റും ചെയ്യണം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.